വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോസ്റ്റ്മാൻ്റെ അരിയാണ്, 2 സവാള അതിൽ ചേർക്കാൻ, മല്ലിയില, ചെമ്പയില, പച്ചമുളക്, പട്ട, കുരുമുളക്, ഗ്രാമ്പു, കരിവേപ്പില, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ടൂട്ടി ഫ്രൂട്ടി. ആവശ്യത്തിനുള്ള നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ടകൾ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഗ്രാമ്പു, കുരുമുളക്. അപ്പോൾ നമുക്ക് പട്ടകളെല്ലാം ചൂടായിരിക്കുകയാണ്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുതിർത്തി അരിയാണ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് രമ്പ ഇല ചേർക്കുകയാണ്, കുറച്ച് മല്ലിയില, 3 പച്ചമുളക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ അരി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചൂടുവെള്ളം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വെള്ളം ചൂടുവെള്ളമാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിൽ നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസ് നന്നായിട്ട് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാനിലേക്ക് ഊറ്റിയെടുക്കാം. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഡെക്കറേഷൻ ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. മുന്തിരിപ്പഴം ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൂട്ടിയാണ്. ഇപ്പം നമ്മുടെ ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഓരോരുടെ രുചിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് രമ്പയില, കുറച്ച് മല്ലിയില, പൈനാപ്പിൾ ഡെസ്നസ് ആണ്. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തു. അതുപോലെ രണ്ടാമത്തെ ലെയറിലേക്കുള്ള ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വറുത്ത് വെച്ച ഉള്ളി ചേർക്കുകയാണ്. ആദ്യത്തെ ലെയറിൽ നമ്മൾ എന്തൊക്കെയാണോ ചേർത്തത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്കുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്കുള്ള വറുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് റെസിനസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യമായിട്ടുള്ള റെസിനസ്സാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിൽ എന്തൊക്കെയാണോ ചേർത്തത് അതൊക്കെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ലെയറിലും ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കനലിലേക്ക് വയ്ക്കണം. നമ്മുടെ നെയ്യ് ഒക്കെ ഒന്ന് ഉരുവി ഈ ചോറിലോട്ടെല്ലാം ചേർക്കുവാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടൊക്കെ നന്നായിട്ട് ആയി വരുവാനായിട്ട് ഈ റൈസ് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മുടെ റൈസ് മൂടി വെച്ചിട്ട് നമുക്കിതിനെ കനലിലേക്ക് നമുക്കിത് വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മൾ കനലിൽ നിന്ന് നമ്മുടെ ബിരിയാണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.